ഹായ് ഓൾ. ഇന്നത്തെ റീഡിങ് നിങ്ങൾ അറിയേണ്ട നിങ്ങളുടെ കഴിവുകൾ എന്തെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഒരു മേജർ അർക്കാന കാർഡാണ്. ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. അതായത് നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്യിക്കുവാനായി നിങ്ങളെ ഡിവൈൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നതാണ് ഫസ്റ്റ് മെസ്സേജ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ കഠിനമായ ഒരു പെയിനൊക്കെ അനുഭവിച്ച് അത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് നിങ്ങളെ തന്നെ തേടി പിടിച്ച് വരുന്ന പോലെയുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പിച്ചോ, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇത്രയേറെ ദുരിതങ്ങൾ തന്നതും ഇനി ഒരു റീബർത്ത് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങൾ നിങ്ങൾ അനുഭവിച്ച് തീർക്കാനുള്ള ഒരു ജന്മമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റായിട്ട് വരുന്നത്. നിങ്ങൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായി ജന്മം എടുത്തിട്ടുള്ളവരാണ് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. മറ്റുള്ളവരെ ഹീല് ചെയ്യാനായി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ കടന്നു വന്ന വേദനകൾ അനുഭവിക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് കേട്ടോ. ഹീലിംഗ് എന്ന് പറയുന്നത് പല രീതിയിലും ആവാം. മറ്റുള്ളവർക്ക് മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി, ഹെൽത്ത് വൈസ്, അങ്ങനെ ഏത് രീതിയിലായിരുന്നാലും അത് ഹെൽപ്പ് ചെയ്യേണ്ടവരാണ്. നിങ്ങളെ കാത്ത് ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഡിവൈൻ ഇവിടെ തരുന്നുണ്ട്. എന്ന് കരുതി നമ്മൾ ആരെയും തേടി പോകേണ്ട കാര്യമില്ല. ഡിവൈൻ നമുക്ക് കറക്റ്റ് സമയം അവരൊക്കെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ അതെല്ലാം എത്തിച്ചേരും. നിങ്ങളെന്ന വ്യക്തിത്വം സ്വയം ആദ്യം ഹീല് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുമോ അതിനനുസരിച്ച് നമ്മുടെ സോൾ പർപ്പസ് നമ്മളിലോട്ട് റിവീലായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള കാര്യം നിങ്ങൾ സ്വയം ഹീലാവുക എന്നുള്ളതാണ്. നിങ്ങളെക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഡിവൈൻ ആ റൂട്ടിലേക്ക് കൊണ്ടെത്തിക്കും കേട്ടോ. അതിൽ വിശ്വസിക്കുക, ഉറപ്പിച്ചോളുക. പിന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഗൈഡ് ചെയ്യപ്പെടും. പിന്നെ യൂണിവേഴ്സലിൻ്റെ ആക്ഷൻസ് എല്ലാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മളെ ഓരോ സ്റ്റേജിലും നമ്മളെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൃത്യമായ ഗൈഡൻസ് ഡിവൈൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷനും ഒരുക്കുകയും ചെയ്യും കേട്ടോ. കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സോൾ പർപ്പസിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. മെഡിറ്റേഷനിലൂടെ കുറേയേറെ ക്ലാരിറ്റി നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഇമോഷൻസൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് മറ്റുള്ളവരുടെ വേദന സ്വയം ഏറ്റെടുത്ത് അവരുടെ സെയിം പെയിൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ അങ്ങനെയുള്ള ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് ബാഡ് കർമ്മ കൊണ്ടുവരുന്ന ഒരു എനർജി ആണെന്ന് അത് മനസ്സിലാക്കുക. അത് മറ്റുള്ളവരുടെ പെയിൻ ഹീൽ ചെയ്യുന്ന നിങ്ങൾ മറ്റുള്ളവരുടെ പെയിൻ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ എടുക്കണം എന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, ഹെൽത്ത് മേഖലയിലൊക്കെ ഉള്ളവർ, പിന്നെ സ്പീക്കേഴ്സ്, മോട്ടിവേറ്റേഴ്സ്, അങ്ങനെ പലരുടെയും എനർജി ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഇത് റെസണേറ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു റോങ് വേയിലൂടെയൊക്കെ പോകുന്നവരെ ഗൈഡൻസ് കൊടുത്ത് നല്ല മാർഗ്ഗത്തിൽ കൊണ്ടുവരാനുള്ളൊരു കഴിവുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല അഡിക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് അവരെ പിന്തിരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് റിലേഷൻഷിപ്പിലായിരുന്നാലും ഡ്രഗ്സോ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ പിന്നെ എന്തെങ്കിലും ട്രോമയിൽ പെട്ടിരിക്കുന്നവർക്കോ അങ്ങനെ ഏത് രീതിയിലായിരുന്നാലും അങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവരായിരുന്നാലും ശരിയാണ് അവരെയൊക്കെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള കഴിവുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അത് നിങ്ങൾ ആളുകളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിന് മുതിരുക. പലരും റിയാക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന തരത്തിൽ ഒരിടത്തും നിങ്ങൾ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക, ആളും തരവും കണ്ടറിഞ്ഞ് ചെയ്യുക. എവിടെയും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകാൻ പാടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡിവൈൻ മെസ്സേജ് ഡയറക്റ്റായിട്ട് നിങ്ങളിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചാനൽ ചെയ്ത് തരുന്നതിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മിക്കവാറും നിങ്ങൾക്ക് സ്വപ്നത്തിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്.
അത് നിങ്ങൾ മാക്സിമം ഡീകോഡ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എഴുതി വെച്ച് ഓരോന്നായിട്ട് ഒത്ത് വെച്ച് നോക്കുക. അപ്പോൾ പലതും നിങ്ങൾക്കതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. പലർക്കും ഇത് ഡ്രോയിങ്ങിലൂടെയൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയേറെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഡിവൈൻ മെസ്സേജസിൻ്റെ പ്യുവറായിട്ടുള്ളൊരു മാധ്യമമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഭഗവാൻ യൂണിവേഴ്സ് ഡയറക്റ്റായിട്ട് നിങ്ങളിലോട്ട് മെസ്സേജ് തരുന്നതായിട്ടും അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ തക്ക വിധത്തിൽ നിങ്ങളെ പരിഭാഗമാക്കി എടുക്കുന്നതിൻ്റെ ഒരു എനർജിയും മെസ്സേജും ഇവിടെ ഡിവൈൻ തന്നെ തരുന്നുണ്ട്. ഇവിടെ ടാരോ പഠിക്കുന്നവരുടെയും ടാരോ റീഡേഴ്സിൻ്റെയും പിന്നെ സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെയും ഒക്കെ എനർജി ഇവിടെ നന്നായിട്ട് കണക്റ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങേയറ്റം പ്യുവറായിട്ടുള്ള സോളാണ് കേട്ടോ. ഈ ഡ്യൂട്ടി നിങ്ങളിൽ ഭദ്രമായിട്ട് ആയതിനാലാണ് നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. യൂണിവേഴ്സിന് നിങ്ങൾ നന്ദി പറയുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് വരുന്നവരുടെയൊക്കെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് അവരെ നല്ലൊരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുള്ളവരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടേതായ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് അവരെ നേർവഴിയിലോട്ട് കൊണ്ടുവരാനുള്ള എബിലിറ്റി ഉള്ളവരാണ്. അതിനുള്ള പവർ നിങ്ങൾക്ക് ഡിവൈൻ ജന്മന തന്നെ തന്നിട്ടുള്ളതാണ്. നിങ്ങളൊരു നാച്ചുറൽ ഹീലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊന്നും നിങ്ങൾ കണക്റ്റ് ആയിട്ടില്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് ഗൈഡഡ് ആയിക്കോളും. ഡിവൈൻ ടൈമുണ്ട്, അതിൽ വിശ്വസിക്കുക. ഡിവൈൻ പ്ലാനും ഉണ്ട്, അതിലും കൃത്യമായിട്ട് വിശ്വസിക്കുക. ആദ്യം ചെയ്യാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പെയിൻസ് എല്ലാം ആദ്യം തന്നെ ഹീൽ ചെയ്ത് കളയുക കേട്ടോ. അത് നിങ്ങളുടെ പെയിനെല്ലാം പോയി എന്ന് ഉറപ്പാകുന്നത് നിങ്ങൾക്ക് കിട്ടിയ പാസ്റ്റിലെ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അല്പം പോലും സങ്കടമോ ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമോഷൻസും നിങ്ങളെ ടച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ ഫുള്ളി ഹീൽഡായി എന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്യുവർ ഹാർട്ട് ആകുമ്പോൾ മാത്രമേ നിങ്ങളിലോട്ട് സോൾ പർപ്പസ് ഡിവൈൻ്റെ പ്രവർത്തനം ചെയ്തു തരത്തുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ അടിപൊളി വൈബിലുള്ളവരാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, പൊളിയാണ്. നിങ്ങളുടെ മുന്നിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ തന്നെ അവരെ സഹായിക്കാനായിട്ട് ചാടി പുറപ്പെടുന്നവരാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് ഏത് രീതിയിലായാലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. പണമാണെങ്കിൽ അങ്ങനെ, പിന്നെ അത് നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, ഇമോഷണൽ സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, ഏത് സഹായമാണോ നിങ്ങളെക്കൊണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നവരാണ്. ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുന്നവരാണ്. പല റോളുകളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സന്മനസ് കാണിക്കുന്നവരാണ് നിങ്ങൾ. പലരും ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ എന്തു തന്നെയായിരുന്നാലും നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. നിങ്ങളെക്കൊണ്ട് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൈസ തന്ന് സഹായിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത്, എന്ത് സാമ്പത്തികമാണോ വേണ്ടുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഡിവൈൻ നിങ്ങൾക്ക് തരുന്നതാണ്. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്നുള്ളതൊക്കെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണ്. അനീതിക്കെതിരെയൊക്കെ പോരാടുന്നവരാണ്. പലയിടത്തും നിങ്ങൾക്ക് മുഖം തിരിക്കേണ്ട പല സാഹചര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെ അനീതിയുണ്ടോ അവിടെ നിങ്ങൾ ശബ്ദിച്ചിരിക്കും. ധാർമ്മികതയൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആത്മാഭിമാനമോ ധാർമ്മികതയോ നഷ്ടപ്പെടുത്തുന്നവരല്ല. അടിപൊളി വൈബാട്ടോ, നിങ്ങൾ സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം യൂത്ത്ഫുൾ എനർജി നിങ്ങൾ ലീഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും അവരവർക്ക് കൊടുക്കാനുള്ള റെസ്പെക്റ്റും പ്രയോറിറ്റിയും കൊടുക്കുന്നവരാണ്. നിങ്ങളെപ്പോഴും ഹൈ എനർജി തന്നെ ഉള്ളവരാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നവരാണ്. നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനർജി അവർക്ക് അപ്പായി പോകുന്നതും നിങ്ങളൊരല്പം ഡൗൺ ആവുന്നതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈൻ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നിങ്ങനെ മെസ്സേജ് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ബോഡി ഫിറ്റ്നസ്സൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ബോഡി ഫിറ്റ്നസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നല്ല കഴിവുകളാണ്. കീപ്പ് ഇറ്റ് അപ്പ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഗിവറായിട്ട് നിൽക്കുന്ന ഒരു റോള് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഞാനതാണ് ഇവിടെ പറഞ്ഞ എനർജി നിങ്ങളുടെ അടുത്തുനിന്ന്
വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല കേട്ടോ. അതൊരു വാണിംഗ് മെസ്സേജ് ആയിട്ട് കൂടെ ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങളുടെ എനർജി ഇങ്ങനെ കളയുമ്പോൾ മറ്റുള്ളവർ ചാർജ് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതൊരു തളർച്ചയായിട്ട് വരാനും സാധ്യതയുണ്ട്. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത്രയേറെ കഴിവുകളല്ല നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് സ്വയം കൺട്രോൾ കിട്ടാതെ നിങ്ങൾ സ്വയം ഒരു മെൻ്റൽ ബ്ലോക്ക് സൃഷ്ടിച്ച് ആ വേദന അനുഭവിക്കുന്നതിനൊരു ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്വയം ചെന്ന് ചാടുന്ന ഒരു മെൻ്റൽ ട്രാപ്പ് തന്നെയാണിത്. ഈ മെൻറ്റാലിറ്റി അങ്ങ് മാറ്റുക എത്രയും പെട്ടെന്ന് കേട്ടോ. ഇനി നമുക്ക് പാസ്റ്റിലോട്ടൊരു തിരിഞ്ഞോട്ടം വരാൻ പാടില്ല. പാസ്റ്റ് കഴിഞ്ഞു പോയതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നും കൊണ്ടു തരത്തില്ല അവിടുന്ന്. അതുകൊണ്ട് അത് മനഃപൂർവ്വം അങ്ങ് വിട്ടുകളയുക. അവിടെ തങ്ങി നിൽക്കരുത്, വേദനിച്ച് നിൽക്കരുത്. കാരണം നിങ്ങളെ ഡിവൈനായിട്ട് സെലക്ട് ആക്കിയതാണ്. അത് മനസ്സിലാക്കി മറ്റുള്ളവരുടെ വിഷമതകൾ മറ്റുള്ളവരുടെ അല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം എന്താണേലും അത് ഒന്നിൽ കരഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാണോ അവരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ യൂണിവേഴ്സിന് തന്നെ ഒരു ലെറ്റർ എഴുതുക. ശേഷം അതിൻ്റെ പെയിനും എന്താണോ നിങ്ങളുടെ വികാരം അതിൽ തോന്നുന്നത് അത് ഫുള്ളെടുത്ത് അത് നന്നായിട്ട് ആ ഇമോഷൻസ് എല്ലാം അതിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ കത്തിച്ച് കളയുക കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വേറെ ആരും ഹെൽപ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിവൈനെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കുക. അത് നിങ്ങൾ ഡിവൈനോട് സംസാരിച്ചങ്ങ് തീർത്തിരിക്കുക കേട്ടോ. പിന്നെ അതുകൊണ്ട് നടക്കരുത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊന്നും ഇങ്ങനെ ഈ വേദനയിൽ കിടക്കാനുള്ള ആളുകളല്ല കേട്ടോ. നിങ്ങൾ സ്വന്തം കഴിവുകൾ വിശ്വസിക്കുക. ഇത്രയേറെ കഴിവുകളുള്ളവരാണ് നിങ്ങൾ. ഇതിലോട്ടൊക്കെ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ അത്ര കഴിവുള്ളവരാണ്. നിങ്ങൾ എങ്ങും ബ്ലോക്കായി കിടക്കാതെ ഓരോ ദിവസവും പടിപടിയായിട്ട് ഉയർന്ന് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ ആരാണ് അംഗീകരിക്കുക? ആദ്യം നമ്മൾ അംഗീകരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.